എന്റെ ഓണമാലേ. സെറ്റപ്പ്. മുട്ടുമീൻ തുറക്കപ്പെടുന്നല്ലേ ബുഷ് പറഞ്ഞിരിക്കുന്നത്. മുട്ടി നോക്കാം. ഡാൻസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നുകൊണ്ട് എന്റെ കാലുകളിങ്ങനെ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കും. കേട്ടോ തരികട ഞാൻ, കേട്ടോ തരികട ഞാൻ. എക്സ്ക്യൂസ് മീ, ഒന്ന് തരുമോ? ധാരാളം ചോദിച്ചത് തന്നു. കുടുംബത്തിൽ പിറന്നവള. അടുത്ത അടിവരുന്നു. ആരടിക്കാൻ പറ്റുന്നത്? ഇറങ്ങി വാടാ. കുട്ടുമ്പോ കുടിച്ച വളരെ മോശം. കുടിച്ചെടുക്ക അതിലേറെ മോശം. വാടാ വാടാ വാടാ. സോറി, അനാവശ്യം പറയരുത്. ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പൈന്റ് കിട്ടിയായിരുന്നെങ്കിൽ. അത് ശരി. അളിയൻ ഈ ഷാപ്പിൽ ആദ്യമായിട്ടാണോ? അയ്യോ, ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ 9999. ചേട്ടാ, ചായ വേണം? ഒരു ചായ. എനിക്ക് വേണ്ട മോനെ. ഉള്ളിലുള്ളത് പിരിയും. തേവനാർ മലയിലേക്ക് ഇപ്പൊ വണ്ടിയുണ്ടോ? ഇനിയിപ്പോ മലയിലേക്ക് വണ്ടിയൊന്നുമില്ല. അളിയെ കുറിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി രാത്രി 2 മണിക്ക് എസ്റ്റേറ്റിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്, അതിൽ പോവാ. അളിയൻ വിഷമിക്കണ്ടല്ലേ. എങ്ങനെ നേരം കളിയുന്നല്ലേ. ഒരു അടിപൊളി മസാല ദോശ ഡാൻസ് മനസ്സിലായില്ലല്ലേ. ഒരു ഉഗ്ര റെക്കോർഡ് ഡാൻസ് നമുക്ക് കാണാം. അളിയൻ കട്ടിലടിക്ക്, നമുക്ക് ഗോ.
പഠിക്കണം. വിരമില്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം. കക്ക ഞെറപ്പോലെ വാള് വെക്കാൻ പഠിക്കണം. മോളെ കരയില്ലേടാ അമ്മതൻ പൊന്നൂടം ഉറങ്ങുറങ്ങുന്നീ ചായുറങ്ങ് ചാഞ്ചക്കം ചാഞ്ചക്കം ചായുറങ്ങ് അമ്മതൻ പൊന്നേ നീ ചായുറങ്ങ് രാരിരി രാരിരി രാരിരാരോ രാരിരി രാരിരി രാരിരാരോ. സോറി, അറിയാതെ ചെയ്തു പോയതാ. തന്നെ കണ്ടപ്പോ ഒരു പൂവാലെന്നാന്ന് തോന്നി, അതുകൊണ്ടാ അങ്ങനെ ചെയ്ത്. ഈ മലയില് ആരെ കാണാനാ നിങ്ങൾ പോകുന്നത്? ആരാ നിങ്ങള്? ഞങ്ങളുടെ ജീവിതം, സൗഹൃദം, സന്തോഷം, ഇതായിരുന്നു ഞങ്ങളുടെ വീട്. ദൈവത്തിന്റെ വികൃതികളായി പിറന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ജന്മങ്ങൾ. ഈ ജന്മങ്ങൾക്ക് താങ്ങും തണലുമായി ദൈവദൂതനായ ഒരാൾ, ഫാദർ ഗബ്രിയേൽ. ഇത് ഞാനാണ്, ആര്യൻ. കരുണാലയത്തിൽ എന്റെ സുഹൃത്തുക്കൾ പ്രിയ, ദിലീപ്, പിന്നെ നിർമ്മൽ. ഞങ്ങളുടെ 4 പേരുടെയും കളിയും ചിരിയും ഊണും ഉറക്കവും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ജീവിതത്തിന്റെ നിറപ്പകിട്ടുകൾ അറിയാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വൃത്തികെട്ടവൻ, എന്തോ നാടാ ഇത്? ജീവിതത്തിന്റെ പുതിയ വഴിത്തിരിവ്. സ്വന്തമായി തൊഴിൽ തേടി നഗരത്തിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരെയും പോലെ ജീവിക്കുവാനുള്ള മോഹമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. നഗരത്തിൽ ജീവിതം തേടിയുള്ള ഞങ്ങളുടെ യാത്ര. വിചാരിച്ചതൊക്കെ നേടിയെടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി കൂട്ടിയിട്ടേയുള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്ന ഗതയുടെ പേരാണ്. ഗതയല്ലടാ കഥ. നവം പറഞ്ഞ ദാസാരത്തിന്റെ പേരാണ്. എടാ ഞാൻ പറഞ്ഞിട്ട് ഡമ്പൽ അടിക്ക്. എടാ ഡമ്പൽ അല്ലടാ ഡിമ്പല്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ കുറെ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്. എന്ത് പരിപാടി? ഓട്ടം തുള്ളല്. ഓട്ടം തുള്ളലല്ലടാ കഥാപ്രസംഗം. തുടങ്ങുമ്പോ കഥാപ്രസംഗമാ, തീരുമ്പോ തുള്ളിക്കൊണ്ടോട്ടോ അല്ലേ? കണക്കിന് നീ കുറെ ഓടും. തുടങ്ങ് തുടങ്ങ്. എന്റെ കഥയുടെ പേരാണ് മുതലാളി വരുന്നു. മുതലാളി വരുന്നു. ഒറ്റ കുത്തി വെച്ചിരും. മുതലാളി വരുന്നല്ലോ. അവൾ വരുന്നു. എന്നല്ല കഥയുടെ പേര്? എടാ, ഉതുപ്പ് മുതലാളി വരുന്നു. ഉതുപ്പ് മുതലാ? ഉതുപ്പ് മുതലാളിയാ. മുതലയല്ലടാ ചീങ്കല്ലി. നിന്നെയൊക്കെ ഇപ്പൊ വിഴുങ്ങുന്നോ? വേണ്ട. എന്റെ മണം അടിച്ച് അപ്പവും മരി തിരിച്ചറിയും. എടാ, തരുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ നോക്കാതെ എനിക്കിട്ട് പണിയല്ലേ? 1500 രൂപ ശമ്പളം. എന്താ വല്ലാൻ പറഞ്ഞായിരുന്നോ? അല്ല, 1500 രൂപയുടെ സാധനം വിറ്റുപോയെന്ന് പറഞ്ഞു. അപ്പൊ 2500 രൂപയുടെ നഷ്ടം വന്ന് കാണും.
വല്ല പെമ്പിള്ളേർക്ക് വല്ലതൊക്കെ എടുത്ത് കൊടുത്തു കാണും. വല്ല തബലയോ ഫ്ലൂട്ടോ എന്തെങ്കിലും. ഞാനുള്ളത് പറഞ്ഞതാ. ഞാനുള്ളതാ പറഞ്ഞത്. മറ്റവനെന്തേ? ആര്? ആര്യൻ. ആരെന്നോ? ആ പാവ പാവ 50 രൂപയുള്ളൂ. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ചേട്ടാ. ഒരു പാവ വാങ്ങേട്ടാ. നല്ല ലാഭത്തിന് കൊടുക്കുകയാണ്. നല്ല പാവള. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ. ചേച്ചി ചേച്ചി ചേട്ടാ 50 രൂപയുള്ളൂ. ഒരു പാവം. പാവ വേണോ? പാവ പാവ. വെറും 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ പ്ലീസ്. ചേച്ചിമാരെ ചേട്ടന്മാരെ പാവ 50 രൂപയ്ക്ക് നല്ല പാവകളാ. ആരെങ്കിലും ഒന്ന് വാങ്ങൂ ചേട്ടാ. ഒരു പാവ മേടിക്കേട്ടാ. നല്ല പാവയാ. 50 രൂപയുള്ളൂ. ഒന്ന് മേടിക്കേട്ടാ. ഇതിനെന്താ മുളകില്ല ചേച്ചി? 50 രൂപയാ. പറഞ്ഞെന്താ? പത്മാവതിയെ എന്റെ കടക്കണക്ക എന്താ ഒരു ചീഞ്ഞ മണം? ദൈവമേ, അതും പോയാ? ചേട്ടാ ചേട്ടാ ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാവോ? ഇതങ്ങോട്ടും മാച്ച് ആവുന്നില്ലല്ലോ. ഈ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അഡ്രസ്സോ? ഏത് അഡ്രസ്? ആളെ പറ, വീട് പറഞ്ഞുതരാം. സദാശിവൻ കോൺട്രാക്ടർ. ഓ, നമ്മുടെ സദാശിവൻ കോൺട്രാക്ടറുടെ വീട്. അതിന് ചേട്ടൻ പേടിക്കൊന്നും വേണ്ട. ചേട്ടൻ ഇതുവഴി നേരെ വടക്കോട്ട് പോവാം. അവിടെയാണ് നമ്മുടെ പ്രഭാകരൻ ചേട്ടന്റെ ഷാപ്പ്. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകുമ്പോ വലതുവശത്തേക്ക് വഴി കാണാം. അത് നമ്മുടെ സെൻട്രൽ ഗാർഡൻസ് ബാറിലേക്കുള്ള വഴിയാ. പിന്നെയും ചേട്ടൻ മുമ്പിലേക്ക് പോകുമ്പോ ഇടതുവശത്ത് നമ്മുടെ ബിവറേജ് ഉണ്ട്. അതുവഴി പോകുമ്പോ സൂക്ഷിക്കണം, ബിവറേജിന്റെ ക്യൂവിലും തട്ടി വീണേക്കരുത്. ആ ബിവറേജിന്റെ തൊട്ടു താഴത്താണ് നമ്മുടെ പഴയ ചാരായ ഷാപ്പ് അമ്മിണിയുടെ വീട്. അവിടെ ചെന്നാ ചേട്ടന് ചാരായുണ്ട്, ടച്ചിങ്സിന് അമ്മിണിയുണ്ട്. എന്താ നിർമ്മല ഒരു സൗണ്ട്? എന്താടാ? അതൊരു വണ്ടിയുടെ ടയർ പൊട്ടിയതാ. ഓഹോ, ഇവിടെ ടയർ പൊട്ടിയോ? അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് എസ്കേപ്പ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോ ഇനിയും ടയറുകളൊക്കെ പൊട്ടും. നമുക്ക് പ്രിയനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം. എടാ ആര്യ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിനക്ക് ഉപകാരം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അയ്യടാ, വെറുതെ വേണ്ട, ഞാൻ നിനക്ക് ആശ വന്നേക്കാം. ആ, അത് ശരി. ക്യാഷ് കിട്ടുന്ന ഏർപ്പാടാ. പറ, എന്ത് വേണം? ഞാൻ നിനക്കൊരു 50 രൂപ തരാം. അതിന്റെ കൂടെ നീ ഒരു 100 രൂപയും കൂടി ഇട്ട് ഒരു 150 രൂപയാക്കി എനിക്ക് ഇങ്ങോട്ട് തന്നാ മതി. അയ്യടാ, അത് കയ്യിലിരിക്കട്ടെ. നിനക്ക് ബാറി കയറാനല്ലേ? നിനക്ക് ഞാനൊരു ചില്ലി കാശ് തരില്ല. ആ, ദിലീപ് ഇങ്ങോട്ട് വരട്ടെ. മതി, എനിക്ക് അവന്റെ വാങ്ങിച്ചതാ മതി. അവനൊട്ടും തരില്ല. എന്റെ ദൈവമേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും മാസാമാസം ഉടുപ്പ് മുതലാളി എണ്ണി തന്നത് 1500 ഉലുവ. അത് എണ്ണിത്തിട്ടപ്പെടുത്താനാണ് അതിനേക്കാളും വലിയ പാട്. ഇവിടെ എടുത്ത് തേയിലെടുത്ത് നാവില് വെക്കുന്നതിന് കിട്ടും 10000 രൂപ. ദിലീപ് ഈ ശബ്ദം കേൾക്കുമ്പോ 1000 ഗിറ്റാറുകൾ ഒന്നിച്ച് വായിക്കുമ്പോഴുണ്ടല്ലോ. ഈ കാറ്റിന് പോലും ഒരു ഉപ്പിന്റെ രുചി. സുന്ദരിയായൊരു പെണ്ണ് വന്ന് ഉമ്മ വെക്കുന്നത് പോലെ തോന്നുന്നു. എടാ നിർമ്മല, എന്തോ പട്ടിയുടെ മാല എപ്പോഴും മണങ്ങി തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. അതുപോലെ നിന്റെ കാര്യം പട്ടിയിട്ടത്. നമ്മൾ ഭാഗ്യം കെട്ട ജന്മങ്ങളാ. ലോകത്ത് ഒരു ഭംഗിയും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പ്രിയ, മതി.
വാ നമുക്ക് പോവാം. സോറിടാ അറിയാ ഞാൻ വരാം. श्रीगुरुभ्यो नमः हरिः ॐ गणानां गणपतिं हवामहे ब्रह्मणस्पतः न शृण्वन्नोतिभिः सीदसादनम् महागणपतये नमः प्रणो देवी सरस्वती वाजेभिर्वाजिनीवती धीनामभिप्रियवधूर्वाग्देव्यै नमः ॐ वरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये नारायणं नमस्कृत्य नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जगन्मीडये നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ ശ്രീവത്സാംഗം മഹോരസ്കം വനമാലാ വിരാജിതാം ശംഖചക്രധരം ദേവം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം. ദിലീപേ, നീ റെഡിയായില്ലേ? ഞാൻ റെഡിയാ. നിർമ്മലോ? അവൻ നേരത്തെ ഇറങ്ങി കാണും. അവൻ നമ്മളെയും കാത്ത് ചിലപ്പോ റോഡിൽ നിപ്പുണ്ടാവും. ദൈവമേ, പുലിവാല പിടിക്കോ? பொன்மகள் வந்தாள் பொருள் கோடி தந்தாள் பொன்மகள் வந்தாள் பொருள் கோடி தந்தாள் பூமேடை வாசல் பொங்கும் பேராக നിർമ്മലേ. നിർമ്മല നിന്റെ അപ്പൻ. എടാ, എന്റെ പേര് നിർമ്മൽ എന്നാ. അത് വിളിക്കുമ്പോഴും നിർമ്മൽ എന്ന് മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അതൊക്കെ പോട്ടളിയാ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്റെ അളിയാ, ഒന്നും പറയണ്ടടാ. എന്തു പറ്റി അളിയാ? എടാ, നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം ഒന്നും പഴയതുപോലൊന്നും അല്ല. ഇന്നലെ തന്നെ ഒരുത്തരം നാട്ടു റോട്ടിലിട്ട് പട്ടിയുടെ തലവ പോലെ തല്ലിയിട്ടും ഒറ്റ ഒരാൾ പോലും ചോദിക്കാനുണ്ടായില്ല. അറിയോ? നീ ഒരാണല്ലേ, നിനക്ക് ചോദിച്ചുകൂടായിരുന്നു. എടാ, എന്നെ തന്നെ തല്ലിക്കൊല്ലുമ്പോ ഞാനെങ്ങനെയാടാ ചോദിക്കുന്നത്? ഹായ് നിർമ്മൽ. ഹായ് മീനു. അനുഷ. മീനു പൊക്കോ, നാളെ കാണാം. എന്നെ പറ്റിക്കരുത്, പോയേക്കണേ. ഓക്കേ. അനുഷ എത്തിയിട്ടുണ്ട്. എന്താ അനുഷ വൈകിയത്? ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കാന്നറിയോ? 1 കിലോ ചോക്ലേറ്റ് അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിക്കുട്ടനെ കൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ എഴുതിച്ചതാ. മേടിക്കൊരു കള്ളി ഇങ്ങോട്ട് കൊണ്ടുപോടാ. ആരത്? ഇത് അവളല്ല, അവടെ അച്ഛൻ. അയ്യോ, അണങ്ങിപ്പോറ്, നിന്റെ കാലിയാൻ ചവിട്ടി ഓടിക്കും. നിന്റെ ഈ പ്രമാണം ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്റെ സ്വന്തം തമ്പുരുവിന് നീ എന്നാടാ എന്റെ കൊച്ചിന്റെ പേര് മാറ്റാൻ തുടങ്ങിയത്? അനുഷ. നിന്റെ തന്ത്രികൾ മീട്ടാൻ കാത്തിരിക്കുന്ന ഒരു കാമശാസ്ത്രികളാണ് ഞാൻ. രാമശാസ്ത്രി അല്ല, ശ്യാമശാസ്ത്രി. രണ്ടും ഒന്ന് തന്നെയാടാ. എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. വൃത്തികെട്ടവനെ, എന്റെ കമ്പോസറിൽ നിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് നാളുകൾ കുറയായി. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു വയലിൻ സോളോ കേൾക്കുന്നു.
പക്ഷേ നിന്റെ അപ്പനുണ്ടല്ലോ ആ കാലമാടൻ. എന്തുവാണ് അത്ര ചിരിക്കാൻ? നീ അനങ്ങരുത്. അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ പെരുമ്പറ കൊട്ടുന്നു. കുട്ടിക്കാടാ ഞാൻ പെരുമ്പറ കൊട്ടിക്കാൻ ഞാൻ. എന്റെ കരളെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആ കാട്ടുപോത്തിന് എങ്ങനാ നീ ഉണ്ടായത്? നിങ്ങൾക്കറിയണോടാ എങ്ങനാ പിള്ളേരുണ്ടാവുന്നതെന്ന്? അറിയിച്ചേരാടാ. വൃത്തികെട്ടവനെ. പെൺപിള്ളേർ തട്ടാതെ മുട്ടാതെ നടക്കാൻ മേലെ. എടാ, ബോംബെയിലെ ടെററിസ്റ്റുകളെ മൊത്തം പിടിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. സാറേ, എന്നോട് കളിക്കണ്ട. സാറിന്റെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അവളെ കെട്ടിക്കൊണ്ട് പോകാനും എനിക്കറിയാം. പിന്നെ നീ അവളെ ഞൊട്ടിക്കൊണ്ട് പോകും. എടാ എന്താ കളിക്കല്ലേ മാമാ, കളിക്കല്ലേ പിള്ളേർ ഇത്തിരി പ്രശ്നം. ഇവരെ പോലത്തെ നല്ല തറവാട്ടിൽ പിറന്ന കുഞ്ഞുങ്ങൾ നിന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഇപ്പൊ നിന്നെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എടാ പുല്ലേ, നാളെ എന്റെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കൻ കൂട്ടര് വരികയാണ്. നിനക്കാണത്തുണ്ടെങ്കിൽ അവളെ കെട്ടിക്കൊണ്ടു പോ. ഞാനാണാണോ പെണ്ണാണോ എന്നുള്ളത് നാളെ തീരുമാനിക്കാം. ഇപ്പൊ തീരുമാനിക്കാടാ. ഹലോ ഫ്രണ്ട്സ്, പിടിക്കൂ, ആർക്കെങ്കിലും കൊടുത്തേക്കൂ. അതാ അമ്മാവൻ അയ്യോ, സൈക്കിള്. സോറി. ഹലോ നിർമ്മൽ, എന്താ അറിയാ? നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ പഴയ സ്ഥലത്ത്. ഇതിന് വല്ല കുഴപ്പമുണ്ടോ നോക്കിയേ. മുതലാളി, സാരിക്കാ കുഴപ്പം, അതൊന്ന് മാറ്റണം. നോക്കട്ടെ. ശരിയാ. എടി കൊച്ചേ, സാരിക്കാ കുഴപ്പം, അതുകൊണ്ട് സാരി ഒന്ന് മാറ്റണം. എടാ, ആ നരിക്കീറ് പോലത്തെ പെണ്ണ് എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് തള്ളിയപ്പോ നിനക്കൊക്കെ സമാധാനമായില്ലോടാ. എന്റെ പൊന്നു മുതലാളി, ഞാൻ ആ സരിക പോലും സഹിക്കാത്ത സാരിയുടെ കാര്യമാ പറഞ്ഞു. സാരിയോ? മറ്റേ കട്ട. അതോടെ പറഞ്ഞിരുന്നെങ്കിൽ അവനെ മിച്ചം വെച്ചേക്കില്ലായിരുന്നു. അവനെന്തിയേ? എടാ, നിർമ്മലം ചെയ്യുന്നു. അത് കാലത്തെന്റെ കൂടെ വന്നതാ, പിന്നെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. അത് ശരി. മണിപത്തായി. ഇപ്പൊ വല്ല വിമൻസ് കോളേജിലെ നടയിലോ ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും കടപ്പുറത്തോ കാണും. ഇതൊന്നും അല്ലെങ്കിൽ അടിച്ച് വീലായി എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അവൻ വന്നാലുടൻ എന്നെ കണ്ടിട്ട് കയറിയാ മതി എന്ന് പറ. അടാ, നാരായണേട്ടന്റെ ഭാര്യ മരിച്ചു. എന്താ വല്ലതും പറഞ്ഞ? എടോ, എന്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി 6 മാസം അവളുടെ വീട്ടിലേക്ക് പോയി. ഇന്ന് മുതൽ ഞാൻ അടിച്ചു പൊളിക്കാൻ പോണേ മോനെ. വണ്ടി പടക്കം. പടക്കം പൊട്ടിക്കോളാ. നീ ഇത് കണ്ട 500 വേണ്ട. ഇവിടെ പുള്ളി പഠിച്ചില്ല. എല്ലാവർക്കും കഴിക്കാൻ എനിക്ക് നാരായണന്റെ ഭാര്യ എല്ലാ മാസവും പ്രസവിക്കണേ. എടാ, നിന്റെ അപ്പം എന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കും. നീ കാട്ടി നിനക്ക് പുള്ളില്ല പൈപ്പില്ല ഒന്നുമില്ല. ഇതിന്റെ നിർമ്മലെ, ഈ മാലപ്പടക്കം പൊട്ടനാണ് അതിന്റെ കൃഷ്ണാട്ട കളി. എന്റെ നാരായണേട്ടാ, ഇവിടെ ഒരു മാലപ്പുറക്കല്ലേ പൊട്ടിയുള്ളൂ, എന്റെ ചെവിക്കല്ല പൊട്ടിത്തെറിച്ചു. അപ്പൊ കണ്ണു കാണൂല, ചെവി കേൾക്കൂല. എന്താണ് മോനെ, നിനക്ക് എന്താ പറ്റിയേ? നാരായണേട്ടാ, ഈ ഭൂമിയില് ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യം നാരായണേട്ടനോട് പറയാൻ പോവുക. എന്താ? എനിക്കൊരു കുട്ടിയെ ഇഷ്ടം. പേര് അനുഷ എന്ന. ആ ബന്ധം അവളുടെ വീട്ടുകാരറിഞ്ഞു. ഇനി മേലാൽ ഞങ്ങൾ തമ്മിൽ കണ്ടുപോരുമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞേക്കുന്നു. എനിക്ക് അവളെ പിരിയാൻ പറ്റില്ല. നാരായണേട്ടൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി തരണം. നിർമ്മലെ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് താറും ബീപ്പിലെ റമ്മ് പോലെയാ. കഴിച്ചിട്ട് ഇറക്കാനും പറ്റൂല, മഴയില്ലാത്ത കാരണം തുപ്പാനും പറ്റൂല. ചേട്ടാ, നിർമ്മലിന്റെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കണം. നിർത്തി. മോനെ നിർമ്മലെ, നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും. അതെ. ചേട്ടാ, ഇതുങ്ങളെ കാണുന്നില്ല, സമയം പോയി. എന്താ ഉത്തമ, അവരെ ഇനി കാണുന്നില്ലല്ലോ.
നീ ആ മൊബൈൽ എടുത്തൊന്ന് അമർത്തടാ. എന്റെ അമ്മാവ ഇതിന്ന് കോള് പോത്തില്ല, ഒള്ളി മിസ്ഡ് കോൾ. ഒന്ന് അമർത്തടാ. ഓ, ഈ അമ്മാവന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോ കെട്ടിപ്പിടിച്ച് നല്ല ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ആ ബെല്ലുണ്ട് ബെല്ലുണ്ട്. യ്യോ, എന്താ? എന്റെ കാശിപ്പ പോയേനെ. അമ്മാവ, ഒരു കാറ് വന്നിട്ടുണ്ട്. പിരിവുകാരാണെങ്കിൽ ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞേക്കെ. ഇറങ്ങിയേട്ടാ. അമ്മാവ, ഗോപാലൻ പറഞ്ഞു നിങ്ങൾ 10 മണിക്ക് തന്നെ എത്തുമെന്ന്. ദേ കിറു കൃത്യം 10 മണി. വന്നാട്ടെ വന്നാട്ടെ. ഇരുന്നാട്ടെ. അമ്മാവൻ ഇങ്ങോട്ടിരിക്കേ. അമ്മാവനാ ആദ്യ പെണ്ണിനെ ഒന്ന് വിളിച്ച്. അതിരിക്കട്ടെ, നിങ്ങളുടെ ആരാ ചെറുക്കൻ? ഞങ്ങളൊക്കെ ചെറുക്കന്മാരാ. ചെറുക്കന് വേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കും. ശരിയാ. ഇവന്മാരത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ളത് പറയാമല്ലോ. എന്റെ മോൾക്ക് വേണ്ടി എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ കൊടുക്കും. അല്ല, ചെറുക്കന്റെ അമ്മാവൻ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വന്നില്ലേ? ഇതേ അമ്മാവൻ. അമ്മാവൻ അധികം ആരുമായിട്ട് സംസാരിക്കാറില്ല. സംശയിക്കും. 2 പെക്കടിക്കുന്ന ചേട്ടൻ ഇന്ന് 4 പെക്കും. അതിൻ്റെ കൂടെ തറമുട്ടയും കഴിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ വാവറാകുന്ന. ആരായാലും ഞങ്ങൾക്ക് ചുക്കില്ല. ഞങ്ങൾ പെണ്ണിനെ കൊണ്ട് പോകും. പെണ്ണിനെയും കൊണ്ട് പോകുമോ? കൊണ്ടുപോകും. അത് ഞങ്ങൾ പേരോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിർമ്മലേ, ഇറങ്ങി പോടാ. വന്ന് പെണ്ണിറക്കിക്കൊണ്ട് പോടാ. പൊട്ടും ഞാൻ. ഇവന് പ്രഭാര എറത്തി. കത്തി. അതിന് നല്ലത് വാള. ഇപ്പൊ തരാം. ഇല്ല. എടാ നിർമ്മലേ, വിളിച്ചേക്കണം അവിടെ. അനുഷ, കുടുംബത്തിലോട് വിളിക്കാൻ പോകുന്നത് എന്താ? നിർമ്മല ചേട്ടനോ ഈ കണ്ണുപൊട്ടനോ? ഇവനെ ഇന്നലെ ഞാൻ തല്ലിക്കൊല്ലേണ്ടതാ. കേറി പൊടിയാത്ത്. അവക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കണ്ടില്ല. അനുഷ, നീ ഇറങ്ങി വാ, നമുക്ക് പോവാം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ട, നല്ല നിശ്ചയം. പൊടി, നീയും പോ. കോളേജ് വിട്ട് വരുമ്പോ വണ്ടി ഇടിച്ച് ഞാൻ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നത് അച്ഛന് ഓർമ്മയില്ലേ? കാഴ്ചയുള്ളവരെന്നെ കാണാതെ പോയിട്ടും എന്റെ ജീവൻ രക്ഷിക്കാൻ അച്ഛനിപ്പോ കണ്ണുപൊട്ടനെന്ന് വിളിച്ച ഈ നിർമ്മലേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നിർമ്മലേട്ടൻ മതി. നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല? ഇല്ല അച്ഛ. എടാ മോനെ, എന്തോ? എന്തുവാ നിന്റെ പേര്? നിർമ്മൽ. നീ നിർമ്മലോ? അല്ല, ഞാൻ നിർമ്മൽ. നിർമ്മൽ. നീ ജോലി ചെയ്യുന്നിടത്ത് മാസാമാസം വല്ലതൊക്കെ കിട്ടുമോ? മാസാമാസമല്ല, ഇടയ്ക്കൊക്കെ കിട്ടും. ഓ, ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നാ മതിയല്ലോ. പിന്നെ കണ്ണുപൊട്ടനാണെങ്കിലും എന്റെ മോൾക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. എന്തായാലും എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അനുഷ, ദേ പോണു. എടാ, അച്ഛൻ അവിടെയല്ല, ഇവിടെ 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 ഇവിടെ. കണ്ടോ കണ്ടോ കണ്ടോ? ടച്ചാക്ട് പിന്നെ മതി. മക്കളെ, സന്തോഷമായില്ലേ? പിന്നൊരു കാര്യം, കൊച്ചിന്റെ പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണം നടക്കത്തുള്ളൂ. വിരോധമൊന്നും ഇല്ലല്ലോ? അതുവരെ നല്ല മനസ്സംയമനം പാലിച്ച് യു ആർ എ സിസ്റ്റർ. സന്തോഷമായല്ലോ? മക്കളെ, കൈ ഇങ്ങോട്ട് വന്നേ. അതെന്റെ കയ്യാണേ. അത് ഞാൻ പിടിച്ചോളാം. എന്റെ ഭഗവാനെ, എല്ലാം മംഗളമാക്കണേ. അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര സന്തോഷത്തിലാണല്ലോ നിന്റെ മനസ്സിലുള്ളത്.
ഇനിയെങ്കിലും പ്രിയോട് പറഞ്ഞൂടെ? പറയണം. അതിനു മുമ്പ് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വീടിന്റെ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് വാങ്ങാം. ആദ്യം നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറ. അലക്സേ, എന്റെ ജീവിതത്തിന്റെ തുടക്കം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും ഒന്നും പറയാതെ 7 വയസ്സുള്ളപ്പോ ഓർഫനേജിൽ വെച്ച ഞാൻ അവളെ കണ്ടത്. അന്ന് തൊട്ട് എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് തോന്നിയിട്ടേയില്ല. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും അവളോട് സംസാരിക്കുമ്പോഴും അവൾ അടുത്തുള്ളപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. അവൾ വരാൻ വൈകിയാലോ, അവൾക്കൊരു ചെറിയ പനി വന്നാലോ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. കർത്താവേ, ഈ മക്കളെ കാത്തുകൊള്ളണേ, അവർക്ക് കൂട്ടായിരിക്കണമേ. ഇന്നെന്താണാവോ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോണേ? കളിയാക്കണ്ട കേട്ടോ ആര്യ. നമുക്ക് എല്ലാം നല്ലത് വരുത്തണേന്നാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് കുറവുണ്ടാവാനാ? ആ പ്രിയ, നമ്മള് പെട്ടെന്ന് വീട്ടിലെത്തിയില്ലെങ്കിലേ ആ നിർമ്മൽ എന്തെങ്കിലും ഗുലുമാലൊപ്പിക്കും. ഇതിലെ വണ്ടികളൊന്നും വരുന്ന ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് വഴി മാറിയോ? ഏയ് ഇല്ലല്ലോ, നമ്മൾ എപ്പോഴും വരുന്ന വഴി ഇത് തന്നെയാ. എന്താ അറിയാ? നല്ല വേദനയുണ്ടല്ലേ? മുറിവൊക്കെ ഉണങ്ങാൻ 2-3 ദിവസത്തേക്ക് എടുക്കും. കുറച്ച് ദിവസത്തേക്ക് അനങ്ങരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോവാൻ ആര്യനെ കൂട്ടി വിളിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. അതൊന്നും സാരമില്ല പ്രിയ. ഇന്ന് ദേശീയോത്സവമായിട്ട് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങൂടാ? ദേശീയോത്സവം? ആ, ഹർത്താലേ. നമ്മുടെ പാർട്ടിക്കാർക്ക് ബന്ദിനും ഹർത്താലിനും ഒക്കെ വല്ല പഞ്ഞുണ്ടോ? അല്ല, ഇന്നിങ്ങനെ ഹർത്താല്? തിരുവനന്തപുരത്ത് വനിതാ കൗൺസിലർ വനിതാ കോൺസ്റ്റബിളെ തല്ലിയെന്നും പറഞ്ഞ് വനിതാ സംഘടനയും വനിതകളില്ലാത്ത സംഘടനയും കൂടി നടത്തിയതായിരുന്നു ഇന്നത്തെ ഹർത്താൽ. വല്ല കാര്യം ഉണ്ടായിരുന്നോടെ? അല്ല, ഈ പറയുന്ന നീ എവിടെ പോയിരിക്കായിരുന്നു? ഹർത്താലിന് ബാർ അവധിയാണോന്നറിയാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയതാ. എന്നിട്ട് നിന്നെ മദ്യം മണക്കുന്നുണ്ടല്ലോടാ? ആ, അതാ പറഞ്ഞത്, ടേസ്റ്റ് ചെയ്യാൻ പോയതാന്ന്. ആര്യ, വേദന ആര്യ, വേദനയുണ്ടെന്ന് മനസ്സിലായി. നിന്റെ വേദന മാറാൻ നല്ലൊരു മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്ത് നല്ല മണം. ഇത് എന്റെ മൂക്കാണല്ലോ. എവിടെ? ആരിന്റെ മൂക്കവിടെ? ആര്യ, എന്താ ഇത്? ദാ. ആര്യ, ഇതൊന്ന് മണത്ത് നോക്കി. കൊണ്ടുപോടാ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നാളെ ബെഡ് കോഫിക്ക് പകരം കഴിച്ചോളാം. നിർമ്മലേ, നീ റെഡിയായില്ലേ? ആര്യന് ഭക്ഷണം കൊടുക്കാൻ പാർവതിയമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയ, നീ
ഒറ്റയ്ക്കാവില്ലേ? പാർവതിയമ്മ വന്ന ഒന്നും ശരിയാവില്ല. എന്താ അറിയാ? ഞാനൊന്ന് നടന്നാലോ?
എന്താടാ? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. പ്രിയയും ഞാനും ഞങ്ങളുടെ മോളും പുതിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. എടാ, നാളെ തന്നെ അഡ്വാൻസ് കൊടുക്കാലോ? പിന്നല്ലാതെ. നിന്റെ ചിട്ടിക്കാശ് എന്റെ ഇരിക്കല്ലേടാ. 2 ലക്ഷം രൂപയിൽ 10,000 രൂപ വരിപ്പണം പോവും. ബാക്കി 1,90,000 രൂപയുണ്ട്. അയ്യോ, അപ്പൊ 10,000 രൂപയോ? നിനക്ക് വേണ്ടി വരിപ്പണം ഞാൻ വേണ്ടെന്ന് വെക്കും. നീ ഇതിലൊന്ന് ഒപ്പിടും. എന്താ അലക്സ ഇത്? അഡ്വാൻസ് എഗ്രിമെന്റാ. അലക്സെ, വേറെ ആരും എനിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ല. ദിലീപേ, സ്നേഹിക്കുന്നവർക്ക് ഈ അലക്സ് ഹൃദയം പറിച്ചെടുത്ത് കൊടുക്കും. ആ പിന്നെ നിന്റെയും പ്രിയയുടെയും കല്യാണത്തിന് മൊത്തം ചെലവും എന്റെ വക. ഫാദർ, ആൺകുട്ടികൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഓർഫനേജ് മാറ്റണം. അതാ നിയമം. അവരോടൊപ്പം നീയും ശാഠ്യം പിടിച്ച് ഓർഫനേജിൽ ഇറങ്ങിയപ്പോ എനിക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. അന്ന് നിനക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. മറ്റച്ഛന്മാർ പലരും വിലക്കിയതാ. പക്ഷെ എനിക്കറിയാമായിരുന്നു കുഞ്ഞുനാൾ മുതലുള്ള നിങ്ങളുടെ ബന്ധം. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ എനിക്കൊരു ആശങ്കയില്ല. സന്തോഷ, അഭിമാനം. കണ്ണുള്ളവർ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതും പിരിയാതെ ഒന്നിച്ച്. ഈ ഒത്തൊരുമ എന്നും ഉണ്ടാവണം. ഉണ്ടാവും ഫാദർ. കർത്താവ് നിങ്ങളുടെ മേൽ അവന്റെ കാരുണ്യം പെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ പോകാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഫാദർ? ഡോക്ടർ എബ്രഹാം മാത്യു എന്നെ വിളിച്ചിരുന്നു. കണ്ണ് മാറ്റിവെക്കാൻ അദ്ദേഹം ഐ ബാങ്കിൽ നിങ്ങളുടെ പേര് രജിച്ചിരുന്നല്ലോ. അത് ശരിയായിട്ടുണ്ട്. ജർമ്മനിയിൽ ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി സാമ്പത്തിക സഹായം ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളെ പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ 4 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം. ശാപം തന്ന ദൈവം തന്നെ ശാപമോക്ഷം കൂടി കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ? കാഴ്ച കിട്ടുമോ സാർ? എല്ലാം ദൈവത്തിന്റെ കൈകളില്ല. ഞങ്ങൾ ഡോക്ടർമാർ വെറും നിമിത്തങ്ങൾ മാത്രം. നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്താ ഡോക്ടർ? ജന്മനാ ഉള്ള ബ്ലൈൻഡ്നെസ് ആണെങ്കിലും നിങ്ങൾക്ക് കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ 4 പേരുടെയും കണ്ണുകളിലേക്കുള്ള ബ്ലഡ് വെസൽസ് വളരെ ചുരുങ്ങിയതാണ്. അതും കൂടി കണ്ണുകളോടൊപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ്. പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഈ ടെസ്റ്റ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ 2 പേർക്കേ കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളൂ. ആദ്യം ദിലീപിനും. പിന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്ന ഒരു ജോഡി കണ്ണുകളേ ഉള്ളൂ ഇപ്പോൾ. അതുകൊണ്ട് ഒരാൾക്ക് ഈ അവസരം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് ഓരോ കണ്ണ് വെച്ച് കൊടുത്തൂടെ ഡോക്ടർ? ആർട്ടിഫിഷ്യൽ ട്രാൻസ്പ്ലാന്റേഷനിൽ ബാലൻസിംഗ് ഒരു ഘടകമാണ്. അതുണ്ടാവണമെങ്കിൽ 2 ഒരാളിൽ തന്നെ ചെയ്യണം. 2 പേരിൽ ആർക്കാണ് ഓപ്പറേഷൻ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കും. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ചെറുപ്പനാൾ മുതലേ കൂട്ടുകാരനാണെങ്കിലും ഒരേട്ടനെപ്പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് നീ അല്ലട മച്ച്. ബാക്കിയുള്ള 3 പേരുടെ കണ്ണ് ഇനി നീ ആയിരിക്കണം അളിയാ. ഓപ്പറേഷൻ ആരിന് തന്നെ നടത്താം. ഈ ലോകത്ത് എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യം വരുമ്പോ അത് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഒടുക്കം മതി എനിക്ക്. ദിലീപേ,
ഞങ്ങളുടെ കൂട്ടത്തില് നീയാ ഏറ്റവും എടുക്കാൻ. അതുകൊണ്ടല്ലേ നിനക്ക് നല്ല ജോലി കിട്ടിയത്. പിന്നെ വലിയ വലിയ ആൾക്കാരുമായിട്ട് നിനക്ക് നല്ല പരിചയമില്ലേ? ആദ്യം കാഴ്ച നിനക്ക് കിട്ടട്ടെ. പിന്നെ എപ്പോഴും നിന്റെ തോളിൽ കൈവച്ച് ഞങ്ങൾക്ക് നടക്കാമല്ലോ. ഇതെന്താണ് മറുപടി പറയട്ടെ? ഇത് കരയേണ്ട കാര്യമാണോടാ? സന്തോഷിക്കേണ്ട കാര്യമല്ലേ? എന്താണ് എല്ലാം നന്നായി വരും. സന്തോഷമായി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എവിടെ? അവളെ കാണാൻ കൊതിയാവുന്നു. പ്രിയ, എനിക്ക് പേടിയാ. അറിയാതെ പറ്റിയതല്ലേ? കരയണ്ട, നിനക്ക് ഞാനുണ്ട്. വേണ്ട, ഇനി എനിക്കാരും വേണ്ട. ഒക്കെ ചെയ്തത് ഞാനല്ലേ. ആരും നിന്നെ കാണാൻ വരരുത്. പ്രിയ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയക്ക് എന്തു പറ്റി? അവൾ എങ്ങനെ ജയിലിലായത്? ദിലീപ്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാനും നിർമ്മലുണ്ട്. പ്രിയ അമ്പലത്തിൽ പോയിരിക്ക. ആ, കണ്ണു തുറക്കല്ലേ. ഈ ലോകം കാണാൻ പോവല്ലേ? ആദ്യം നിന്റെ മുഖം തന്നെ കാണും. സിസ്റ്റർ, കണ്ണാടി കൊണ്ടുവരൂ. ഇനി കണ്ണു തുറന്നോളൂ. ഡോക്ടർ, ഇന്നെ വീട്ടിൽ പോകാൻ പറ്റുമോ? വേണ്ട,
ഒരു ദിവസം കൂടി ഒബ്സർവേഷൻ ഇരിക്കട്ടെ. ദിലീപേ, പറടാ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോടാ? ഒന്നും പറടാ, ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആര്യ, അവരെന്താ വരാതെ? സമയാവുന്നല്ലേ ഉള്ളൂ, അവരിപ്പോ എത്തും. നമുക്കിപ്പോ നല്ല സമയമാണെന്ന് തോന്നുന്നു. ദിലീപിന് കാഴ്ച കിട്ടി. നമുക്കും ഒരു നല്ല ജോലി നോക്കി തരാൻ ദിലീപിനോട് പറയാം. പിന്നെ പ്രിയ, പ്രിയ, എന്താ? പ്രിയ, ആര്യ, നിർമ്മൽ, ആര്യ, നിർമ്മലെ, ദിലീപ് എവിടെ? ദിലീപേ, എടാ ദിലീപേ. ഓ, അവൻ നമ്മുടെ വീടൊക്കെ ശരിക്കും ഒന്ന് നോക്കി കാണുക. ദിലീപേ, എനിക്ക് വല്ലാത്ത തലവേദന. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ പോയി കിടക്കട്ടെ. വയസ്സുള്ളപ്പോഴാണ് ഞാൻ കരുണാലയത്തിൽ വന്നത്. ഒറ്റപ്പെട്ടുപോയ എന്റെ അടുത്ത് ആര്യൻ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. താൻ പോലും കാണാത്ത പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് ആര്യൻ പറഞ്ഞു തരുമായിരുന്നു. ആദ്യമൊക്കെ ആരാധനയായിരുന്നു. തനിക്ക് കിട്ടേണ്ട കാഴ്ച സ്വന്തം കൂട്ടുകാരന് ദാനം ചെയ്തപ്പോ ആ ആരാധന പ്രേമമായി മാറി. പേടിക്കണ്ട, ഞാൻ തിരിഞ്ഞാൽ നിൽക്കണേ.
പോയി തന്നെ ആവണോ? പോണം. കാഴ്ചയില്ലാതിരുന്നപ്പോ ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടിരുന്നു. പക്ഷെ എപ്പോഴാ സത്യം മനസ്സിലായത്? എന്താടാ നീ പറയുന്നത്? ഇനി പ്രിയ എന്തെങ്കിലും? പ്രിയയുടെ മനസ്സിൽ ഞാനുണ്ടെന്നാ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇനി ഞാനിവിടെ നിന്നാ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കയറി വരും. എന്നാലും ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പിന്നെ പ്രിയയോടും ആര്യനോടും നിർമ്മലിനോടും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അവരെന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും. പക്ഷെ ഞാനിവിടുന്ന് പോകണം. എന്നാലും ശരിയാവും. അവനിപ്പോ നമ്മളെ ഒന്നും വേണ്ട. ഒരു വാക്ക് പോലും പറയാതെയല്ലേ അവൻ വീട് മാറിയത്. ഇവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അവനിപ്പോ കണ്ണു കാണാമല്ലോ. നോറി ചേട്ട വിട്ട് കേട്ടോ. നിർമ്മല്ലേ പോട്ടടാ, അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. വരും, തെളിവട്ടം വരും. നമ്മളെയൊന്നും വിട്ടുപിരിയാൻ പറ്റില്ല. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ഐത്തിക്കലിടവകയിൽ സാം ജോസിന്റെയും സ്റ്റെല്ല ജോസിന്റെയും മകൾ റീത്ത ജോസിനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. മംഗലത്തുകോണം ഇടവകയിൽ ജോസഫ് കുര്യന്റെയും ലീന ജോസഫിന്റെയും മകൻ ജോസ് കുര്യനെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. സൂക്ഷിച്ച് നടക്ക്. വാ. ആരാ അത്? ആരാ? സോറി, ഞാനൊരു അന്ധനാ. ബസ് സ്റ്റോപ്പ് എത്താറായോ? സാരമില്ല, ഞങ്ങളും ബ്ലൈൻഡ്സാ. ആ വഴിക്കാ ഞങ്ങളും വീട്ടിൽ പോകുന്നേ. കൂടെ വന്നോളൂ. ആര്യ, പോവാട്ടോ. ആ. നാളെ ഞാൻ ഫാദറിന്റെ അടുത്തേക്ക് പോവുക. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നെന്താ സംഭവിച്ചെന്ന് അറിയാലോ. ഭാര്യ ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം.
അത് പറയാനാ ഞാൻ പോണത്. നിർമ്മലേ, ദിലീപേട്ടനോടും പറയണം ഇക്കാര്യം. ഞങ്ങളുടെ കല്യാണത്തിന് ഒരു ഏട്ടന്റെ സ്ഥാനത്ത് ദിലീപേട്ടൻ വേണം. ഇല്ല, ഞാൻ അവന്റെ അടുത്ത് പോവില്ല. നാളെ അവനിപ്പോ വലിയ ഓഫീസറല്ലേ. വേണ്ട, നിങ്ങൾ ആരും പോണ്ട. ഞാൻ പോവും ദിലീപേട്ടനെ കാണാൻ. നീയൊക്കെ കൂടെ എന്നെ കുളിപ്പിച്ച് കളത്തോടെ. ഇത് വൃത്തിയാക്കാന്ന് വൃത്തികേടാക്കുവന്നു. എന്റെ പൊന്ന് മുതലാളി, മുതലാളിക്ക് ഈ കട തുടങ്ങിയ നേരത്ത് വല്ല ബ്രാൻഡി കടയും തുടങ്ങാൻ പറ്റും. എന്നിട്ട് വേണം ആ കടവിടെ കൂട്ടി കഴിയോ? അതല്ല, പിന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും. അതിനേക്കാൾ ശല്യം നിന്നെയൊക്കെ കൊണ്ടാ കൂടുതലും. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുവാ? ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ പൊടി അടിച്ചിരിക്കുക. ഇപ്പൊ അറിയോട്ട് ഈച്ച പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല. നശിപ്പിക്കോടേത്? ദൈവമേ, ഇതെനിക്ക് ഏത് നേരത്ത് തോന്നിയോ? കട തുടങ്ങിയതാണോ മുതലാളി? അല്ല, നിന്നേക്ക് ഇതിനകത്ത് കയറ്റിയത്. തൊലച്ചു വെക്കൂടെ മുതലാളി, എന്തുവാടേ? ഞാനൊരു ഐഡിയ പറയട്ടെ. പറഞ്ഞോ. മുതലാളി സംഗീതോപകരണ കടയുടെ കൂടെ ഒരു ഇരുമ്പ് കട കൂടി തുടങ്ങണം. ഇരുമ്പ് കടയോ? എന്നിട്ട് വേണം എനിക്കിട്ട് പാരപണിയോ? ഇല്ലയോ ചേട്ടാ, ഈ ഇരുമ്പ് കടാന്ന് ഉദ്ദേശിച്ചത് കത്തി, കമ്പിവടി, കസാര, വടിവാള് എന്നിവയൊക്കെ വിൽക്കുന്ന ഒരു കട. എന്തിനാണ് ആ കട? ഉദയോ? അല്ല, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഒരുത്തം വന്ന് നമ്മുടെ കടയിൽ നിന്ന് തബലയോ മൃദംഗോ ചെണ്ടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നവർ സങ്കല്പിക്കും. സങ്കല്പിച്ച് പറഞ്ഞോ. 2 ദിവസം കഴിയുമ്പോ ഇവന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള അയൽവക്കക്കാരൻ നമ്മുടെ കടയിൽ വന്നിട്ട് കടാരയോ തോക്കോ വടിവാളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ പോകും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല ബുദ്ധി. വേണ്ട അല്ലേ? ഇയാളിവിടെ ഇരിപ്പണ്ടായിരുന്നോ? എന്തുവാ റിയാലിറ്റി ഷോയിൽ തോറ്റ ഗായകനെ പോലെ ഇരിക്കുന്നേ? ഞാൻ എങ്ങനെ തുടങ്ങിയാലെന്ത്? ഇവന്മാരുടെ ഫോൺ വിളിക്കൊരു കുറവുമില്ല. ഹലോ, ദിലീപേ, പ്രിയ, എന്താണ് എന്താടാ എന്താ എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും പ്രിയ, എന്നിട്ട് അവൾ എവിടെ? അകത്തുണ്ട്. വാ. പ്രിയ, പ്രിയ, ഇവരൊക്കെ ആരാ? സർ, നിങ്ങളെല്ലാവരും ഒന്നിച്ചാ താമസിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരുമില്ലേ? കരുണ ഓർഫനേജിലെ ഗബ്രിയാലച്ചനെ ഞങ്ങൾ വളർത്തിയത്. അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സർ, പ്രിയ പാവമാണ് സർ. അവൾക്കൊരാളെ കൊല്ലാൻ കഴിയില്ല. മനഃപൂർവ്വം ചെയ്തതല്ലായിരിക്കും. തന്നെയുമല്ല, ആ കുട്ടിയാണ് കൊന്നതെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലേ സർ? നാളെ ഈ കുട്ടിയെ കോടതി ഹാജരാക്കും. ആദ്യം ഒരു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. അതിനിടയിൽ നല്ലൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിന് മൂവ് ചെയ്യും. ഷാജു സർ, ഇവർക്ക് അതിന്റെ ഫോർമാലിറ്റീസ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. ആ, പ്രിയ, പ്രിയ, അന്ധതയെ പോലും തോൽപ്പിച്ച് ജീവിച്ച ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഷോക്കായിരുന്നേ പ്രിയയുടെ അവസ്ഥ. സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുമായിരുന്നു അവൾ. പുറത്തിറക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമവും പാഴായി. ദിലീപ് ഇപ്പോ ചന്ദ്രമല എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്. ദിലീപിനെ കാണണം. എത്രയും പെട്ടെന്ന് പ്രിയെ പുറത്തിറക്കണം.
ടീന പോവാം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ആരിന് പോവേണ്ടടുത്തേക്ക്. ഞാനും ആ വഴിക്കാ. വേണ്ട, പിടിക്കണ്ട. വീഴുന്നത് ഏതൊരു അന്ധന്റെയും വിധിയാ. വീഴട്ടെ. ആര്യ, ഒരു കാര്യം മനസ്സിലാക്കണം. ആരുടെയും സഹായം ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ആര്യ, വീടെത്തി. ഇവിടുന്ന് 10 അടി മുന്നോട്ട് നടന്ന വലത്തോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് കയറിയ വീടായി. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരണം. ജേക്കപ്പേട്ടന്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. ആര്യ, ദിലീപ്, എത്ര നാളാടാ കണ്ടിട്ട്. പിന്നെന്തൊക്കെയുണ്ട്? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? പ്രിയ ജയിലിലായിട്ട് എത്ര നാളായി. അവളെ ഇറക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. നീയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആര്യ, സംഭവം നടന്നത് എന്റെ വീട്ടിൽ വെച്ചാ. കൊന്നത് എന്റെ ഫ്രണ്ടിനെ. അവൻ നല്ലൊരുത്തനായിരുന്നു. നല്ലൊരുത്തൻ. എന്നിട്ടാണോ നമ്മുടെ പ്രിയയെ? പെണ്ണിന്റെ മനസ്സല്ലേ, പെട്ടെന്ന് പിടികിട്ടില്ല. പിന്നെ അന്ന് ഞാൻ പുറത്തു പോയിരിക്കായിരുന്നു. വന്നപ്പോഴല്ലേ അറിഞ്ഞത് സത്യം എന്താണെന്ന്. മരിച്ചുപോയ അലക്സിനും പിന്നെ അകത്ത് കിടക്കുന്ന പ്രിയയ്ക്ക് മാത്രമേ അറിയൂ. എടാ, അവള് ചെറുപ്പം തൊട്ടേ നമ്മുടെ കൂടെ ഓർഫനേജിൽ കഴിയുന്നതല്ലേ. സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച്. നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അത്തരക്കാരിയാണെന്ന്? ആര്യ, അവളാണ് കൊന്നെന്ന് കുറ്റം സമ്മതിച്ചല്ലേ? നിർമ്മല പറഞ്ഞത് നേരാ. നീ ഒരുപാട് മാറി. ഇപ്പൊ നിന്നെ പറ്റി മാത്രം നിന്റെ ചിന്ത. വേണ്ടടാ, ഇനി നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. പ്രിയ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കണ്ണു കാണാത്ത, അവൾക്കറിയാത്ത വേറെ സത്യം ഉണ്ടെങ്കിലോ? പ്ലീസ് ഹെൽപ്പ്! ആരെങ്കിലും രക്ഷിക്കണേ! മോനെ ആര്യ, ഭാഗ്യവാനാ നീ. തെന്മലയിൽ 2 ദിവസമായിട്ട് മഴ കുറവാ. അല്ലെങ്കിൽ മോനെ മലവെള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും. പൊടി പോലും കിട്ടൂല. ഒരു സെക്കൻഡ് മനസ്സിന്റെ കണക്കൂട്ടൽ പഴച്ചു അങ്കിൾ. മോൾ എല്ലാ കാര്യവും പറഞ്ഞു. മോൻ വിഷമിക്കണ്ട. എല്ലാം ദൈവത്തിന്റെ കളികളാ. പരീക്ഷണങ്ങളിൽ ചാരിക്കുന്ന ദൈവം തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ആ,
കൂട്ടുകാരൻ വരാൻ 2 ദിവസം കഴിയുന്നല്ലേ പറഞ്ഞ് അയാൾ വന്ന് കണ്ടിട്ട് പോയാൽ മതി. അതെ, ഇനി അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതുവരെ ഇവിടെ കൂടിക്കോ. എനിക്കും എന്റെ മോക്കും ഒരു പ്രശ്നമില്ല. പപ്പയ്ക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോ സന്തോഷമായല്ലേ? ആ മോളെ, പപ്പക്കൊന്ന് പുറത്തു കൊണ്ടുവന്നു. ആ പിന്നെ മാനേജർ സാർ ചോദിച്ചത് മോളെ എപ്പോഴാ ജോയിൻ ചെയ്യുന്നതെന്ന്. പിന്നെ ഒരു തേയില കമ്പനിയുടെ മാനേജറുടെ പി എന്ന് പറഞ്ഞാൽ ചെറിയ പോസ്റ്റ് ഒന്നല്ല, പലരും മുട്ടുന്നുണ്ട്. വരട്ടെ പപ്പ, എനിക്ക് ഇഷ്ടമുള്ള ജോലി ശരിയാവും. മോള് പുറത്ത് ശ്രമിക്കുക. ഇനി അതല്ല ഈ ജോലി മതിയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ പപ്പയോട് പറഞ്ഞാൽ മതി. ജേക്കബേടിന്റെ വീട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 10 അടി മുന്നോട്ട് നടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ ജേക്കബേന്റെ വീടായി. അയാളെ കൊല്ലാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിശ്വസിച്ചത് അവനെ മാത്രം. അതുകൊണ്ടാ ഞങ്ങൾ അവനെ കാഴ്ച കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോ ചതിയൻ. എന്റെ മനസ്സ് പറയുന്നു ഈ ജയിലിലാവാൻ കാരണം അവനാണ്. ആര്യന്റെ തോന്നല് ശരിയാണെങ്കിൽ അതിനുള്ള വഴി ഇതല്ല. നമുക്ക് സത്യം കണ്ടുപിടിക്കാം. അതിന് ഞാൻ ആര്യനെ സഹായിക്കാം.
15-ാം തീയതിയാണ് കേസിന്റെ വിധി. ഞാൻ വക്കീലുമായി പ്രിയയെ കാണാൻ പോയിരുന്നു. അവളെന്നെ കാണാൻ കൂടി കൂട്ടാക്കിയില്ല. നീ എപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരുന്നേ? എനിക്കാകെ പേടിയാവുന്നു. ആരാ ഫോണില്? നിർമ്മല, 15-ാം തീയതി കേസിന്റെ വിധിയാ. എന്നോട് ഇങ്ങോട്ട് ചെല്ലാൻ. എല്ലാം ശരിയാവും. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടി. എവിടെയാണെന്ന് അറിയോ? നിന്റെ ഫ്രണ്ട് ദിലീപിന്റെ കമ്പനിയില്. ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാ. ഓൾ ദ ബെസ്റ്റ് ടീന. താങ്ക് യു. Good morning, sir. ഗുഡ് മോർണിംഗ്. Sorry, sir. I'm Tina. ഓ, നമ്മുടെ ജേക്കബേട്ടന്റെ മകള്. ആ, മാജിക് അക്കാദമിയിൽ പഠിത്തം, കമ്പ്യൂട്ടർ ആനിമേഷനിൽ മിടുക്കി. തന്റെ പപ്പയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഓഫീസിൽ വരാനല്ലേ പറഞ്ഞത്? ഒരു PAക്ക് തന്റെ ബോസിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വേണം. ആ അർത്ഥത്തിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, സർ. സാറിന്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, come on. ആര്യ, എന്താ വിളിക്കുന്നത്? വാ. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ പപ്പ. തേയില ഫാക്ടറി ആണെങ്കിലും നല്ല ജോലിയുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ മാനേജർ സാർ ആളെങ്ങനെ? പറയാതിരിക്കാൻ വയ്യോ പപ്പ. ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് വെരി നൈസ് മാൻ. തോട്ടത്തിലെ ജോലിക്കാരോട് പോലും എത്ര സ്നേഹമായിട്ടാ സാറ് പെരുമാറുന്നത്. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാ. ദിലീപ് സാർ മിടുക്കനാ. ഇപ്പൊ തൊഴിലാളികളുടെ ആകെയുള്ള പ്രതീക്ഷ സാറാ. ആര്യ, ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായോ? വിഷമിക്കണ്ടാട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ വെച്ച് ദേഷ്യപ്പെട്ടപ്പോ വിഷമയല്ലേ? ഏയ് ഇല്ല. പക്ഷെ ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് ചെറുപ്പത്തോടുള്ള ഒരു ശീലമാണ്. അത് നല്ലതല്ലേ? ടീമിനോട് സംസാരിക്കുമ്പോഴാണ് എനിക്കല്പം ആശ്വാസം കിട്ടുന്നത്. കുറച്ചു നാളായിട്ട് ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പൊ അത് മാറി. ചാവാൻ നിൽക്കണോ? പ്രേമിച്ച പെണ്ണ് ചതിച്ചു കാണുമല്ലേ?
നമുക്കിങ്ങനെ തളരാം? ജീവിതം ഇനിയും കിടക്കാൻ മനുഷ്യനായ ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അല്ലാതെ ഒരു പെണ്ണിന് വേണ്ടി ജീവിതം കളയല്ല വേണ്ടത്. സർ, ആര്യ, ഇതെന്താ ഇവിടെ? ഞാൻ ടീനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ? ഞാൻ പോവാ. നാളെ കേസിന്റെ വിധി പറയുന്ന ദിവസം. അതിനു മുമ്പ് എനിക്ക് പ്രിയയെ കാണണം. രക്ഷിക്കാൻ പറ്റാത്തല്ല സോറി പറയണം. ആര്യ, ഇല്ല, ടീനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എല്ലാം അവളുടെ വിധിയാ, ഞങ്ങളുടെ തലയിലെഴുത്ത്. താങ്ക്സ് എല്ലാത്തിനും. ഒരു നിമിഷം. ഹലോ, ആ ദിലീപ് സർ, ഇപ്പൊ തന്നെ കാണണോ? ആ, വീട്ടിലേക്കോ? ശരി, ഞാനിപ്പോ വരാം. ആര്യ, കൂടെ വരണോ? ദിലീപ് സർ, ഇപ്പൊ തന്നെ കാണണോ? ടീന, ദിലീപ്, മേ കമിൻ സർ? യെസ്. ആ, സാറോ? എന്താ ഇവിടെ? ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. കേസിന്റെ കാര്യത്തിനാ. ഇത് കാണുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഷുവർ, അതിനെന്താ, സാർ വന്നോളൂ.
ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പറയൂ ദിലീപ്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാണുന്നു? കരുണാലയം, വിപ്ലവീച്ചൻ, ആര്യ, നമ്മൾ, പ്രിയ. പറയൂ, ദിലീപിന് പ്രിയോട് ഇഷ്ടമായിരുന്നു? അവളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ ഓരോ ചലനങ്ങളും എന്റെ മനസ്സിൽ പറഞ്ഞിരുന്നു. ദിലീപ് പ്രിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു? അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. പറഞ്ഞില്ല, എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നു. എന്റെ സ്നേഹം അറിയുന്നത് എന്റെ സ്വന്തം വീട്ടിൽ വെച്ചായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് എന്നോടായിരുന്നില്ല, ആരോടായിരുന്നു ഇഷ്ടം. എനിക്ക് ഭയങ്കര വിഷമമെങ്കിലും ഞാൻ സ്വയം ആശ്വസിച്ചു. അവർ കുഞ്ഞുങ്ങളെ എന്നെ കൂടുതലായിരുന്നല്ലേ. പറയൂ ദിലീപ്, പിന്നെ എന്തുണ്ടായി? ഉറുമ്പ് കൂട്ടുന്ന പോലെ കൂട്ടിവെച്ച് ഞാനുണ്ടാക്കിയ കാശ. നീ എന്നെ പറ്റിച്ചെല്ലണം. അലക്സേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ഒരു വീട്. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതോ. അതാ എന്നെ ചതിച്ച് നീ സ്വന്തമാക്കിയത്. നീ മണ്ടൻ. ആരെങ്കിലും ഒരു ഉറപ്പില്ലാതെ കണ്ടവന്റെ കാശ് കൊടുക്കൂടാ. നിന്നെ എന്റെ കൂടപ്പറപ്പിനെ പോലെ കരുതിയത്. നാളിന്റെ മോനെ, എന്നിട്ടും എന്നെ ചതിച്ചു വരണം. ഇനി നീ ആരെയും ചതിക്കരുത്. ദിലീപേട്ടാ, ദിലീപേട്ടാ, ആരില്ല ഇവിടെ? ദിലീപേട്ടാ, ദിലീപേട്ടാ,
എന്താണെന്ന് മിണ്ടാത്തെ? ദിലീപ് ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? അതെ, കൂട്ടുകാരനാണേ. പേര് അലക്സ്. കാഴ്ച കിട്ടിയപ്പോ മനസ്സിന്റെ കാഴ്ച പോയി. ആര്യ, ക്ഷമിച്ചെന്ന് പറയണ്ട. ആര്യ, 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 ദിലീപുമായി ഞാൻ അടുത്തപ്പോ ആര്യനെ തെറ്റിദ്ധരിച്ചു അല്ലേ? നിന്നെ കണ്ടപ്പോ മുതൽ നിന്റെ വിഷമമായിരുന്നു എന്റെ മനസ്സിൽ. ആര്യനൊക്കെ സന്തോഷമായില്ലേ? അലക്സ് വധക്കേസിൽ കുറ്റക്കാരിയായി കണ്ട് റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രിയ കുറ്റക്കാരിയല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലും യഥാർത്ഥ പ്രതി കോടതി മുൻപാകെ ഹാജരായി കുറ്റം സമ്മതിക്കുകയും ആയത് കോടതിക്ക് തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിനാലും പ്രിയയെ കുറ്റക്കാരിയല്ലെന്ന് കണ്ട് ക്രിമിനൽ നടപടി ചട്ടം 232 വകുപ്പ് പ്രകാരം വെറുതെ വിടുവാൻ ഈ കോടതി ഉത്തരവായിരിക്കും.
പ്രിയ